ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമ്മൾക്കിന്നൊരു ഒഴിച്ചു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതും നമ്മൾ സാധാരണ ഒന്നും കറി വയ്ക്കാത്ത ഒരു സ്പെഷ്യൽ മീനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഞാനിവിടെ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് കോലാൻ മീൻ എന്നൊക്കെ പറയും കേട്ടോ. ഇങ്ങനെ ചുണ്ടിങ്ങനെ നീണ്ട ഒരു മീനാണ്. ഇതെപ്പോഴും ഒന്നും കിട്ടില്ല, പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ഇത് ഫ്രൈ ചെയ്യാനൊക്കെയാണ് എടുക്കുക. ശരിക്കും കാണുമ്പോൾ നമ്മൾക്കിങ്ങനെ ഒരു ഇഷ്ടമൊന്നും തോന്നാത്തൊരു മീനാണ്. ഇങ്ങനെ പാമ്പ് പോലെ ഇരിക്കും. സത്യം പറഞ്ഞാൽ ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ നല്ല രുചിയാണ് കേട്ടോ ഈ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ. ഫ്രൈ ഒക്കെ ചെയ്യാറുണ്ട്, എന്നാലും ഞാനിങ്ങനെ കറി 1-2 തവണ കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഇത് അറിയാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ ഇതിൻ്റെ ഈ കൊക്ക് ഇങ്ങനെ നീണ്ടിരിക്കും, നല്ല കൂർത്ത മുള്ളൊക്കെയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു മീനാണ്. അപ്പോൾ ഇതിനെ നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെയാണ് ഞാൻ മുറിച്ചിട്ടുള്ളത്. കുറച്ച് നീളത്തിലാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് സാധാരണ ഫ്രൈ ചെയ്യാറാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇത് കറി വയ്ക്കാനായിട്ട് 2 തക്കാളി, ഒരു പിടി കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, ഇത്രയും മതി. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് കേട്ടോ. 1.5 ഗ്ലാസ് വെള്ളത്തിൽ. ഞാനിവിടെ ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒരു 3 സ്പൂണോളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ഇനിയിത് കടുകിട്ട് കൊടുക്കണം. 1/2 സ്പൂണോളം കടുകിട്ട് കൊടുക്കണം കേട്ടോ. ഇത് കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി 1 സ്പൂൺ നിറയെ ഉണ്ട് കേട്ടോ, ഇഞ്ചി ചതച്ചത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 മീഡിയം തക്കാളിയാണ് കേട്ടോ. നമ്മളിതിൽ വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നമുക്കൊരു 4-5 ദിവസം വരെയൊക്കെ വെക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടയുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി ഒന്ന് വഴന്ന് വരുന്നൊരു സമയം മാത്രം മതി, പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് മാത്രമായിട്ട് 1/2 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലാണ് ഇത് പെട്ടെന്ന് അങ്ങ് കുക്കായി കിട്ടുള്ളൂ കേട്ടോ. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞിരിക്കണം. നമ്മൾ സാധാരണ തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലേക്ക് തക്കാളി ഉടഞ്ഞ് വരണം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഈ ഒരു പരുവത്തിൽ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ കണ്ടോ തെളിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. തക്കാളി നന്നായിട്ട് ഉടഞ്ഞിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ നിറയെ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഈ മുളക് പൊടീനെ മഞ്ഞൾപ്പൊടീനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു പ്രത്യേക രുചിയൊക്കെയാണ് കേട്ടോ. ഞാൻ ഏതാണ്ട് ഒരു 3/4 കിലോനോളം മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ വൃത്തിയാക്കിയൊക്കെ വരുമ്പോൾ ഒരു 1/2 കിലോനോളം കാണും കേട്ടോ. അപ്പോൾ നമ്മളുടെ മസാലകളൊക്കെ നന്നായിട്ട് ഇതുപോലെ ഉടഞ്ഞ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിപ്പോൾ ഒരു തക്കാളി ചട്നി പരുവത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ച വാളംപുളിയുടെ വെള്ളമാണ്. 1.5 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ മതിയാവും. അപ്പോൾ ഈ ഒരു സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ചേക്കണേ. അപ്പോൾ പുളി നല്ലോണം പിഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ മസാല ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങോട്ട് ഇതിൽ മിക്സ് ആവും. ഇനി നമ്മൾക്ക് ഈ കറിക്ക് വേണ്ടി നമ്മൾ ആദ്യം മസാലയിൽ 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിരുന്നു. 1/2 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കണം, മീനിലേക്കും ഇപ്പോൾ ഒഴിച്ച വെള്ളത്തിലേക്കും കൂടെ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കോലാൻ മീനാണ് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ പുഴമീനൊക്കെ ആയിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും ഇതൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ മീൻ മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കണം. മീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇതിനെ ഇളക്കരുത് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞു പോകുന്നൊരു മീനാണ് ഈ കോലാൻ മീൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ സൈഡിലൊക്കെ കോലാൻ മീൻ എന്നാണ് പറയുക, പുറത്തൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ മീൻ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ മുറിക്കുന്നതിൻ്റെ മുന്നേ കാണിച്ചത് തന്നെ. ഇതിൻ്റെ മറ്റ് പേരുണ്ടെങ്കിൽ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇതുപോലെ അടച്ച് വയ്ക്കണം. ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പുളി ഒഴിച്ചതിൻ്റെ വെള്ളം ഒന്ന് വറ്റാൻ മാത്രമേ ഉള്ളൂ. മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ.
പെട്ടെന്ന് തന്നെ 1 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതിനൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അടച്ച് വെച്ച് സ്റ്റൗ ഓഫ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയ ശേഷം ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറി, അതും കോലാൻ മീൻ കൊണ്ടുള്ളൊരു അടിപൊളി മീൻ കറിയാണ്. ഇത് നമുക്ക് 1-2 ദിവസമൊക്കെ കേടുകൂടാതെ ചട്ടിയിൽ ഇതുപോലെ തന്നെ വെക്കുകയാണെങ്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നല്ല രുചിയാണ് ഈ മീനൊക്കെ എടുത്ത് കഴിക്കാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ മീൻ കറി വെച്ച് കഴിക്കുന്നതാണ് എപ്പോഴും ആരോഗ്യകരമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അത്രയും രുചിയാണ് ഈ ഒരു മീനിന്. ഫ്രൈ മാത്രം ചെയ്യാതെ നമ്മളിതുപോലെ വെറൈറ്റി രീതിയിൽ കറിയും കൂടെ ഉണ്ടാക്കി നോക്കണം ഇതുപോലെ മീനൊക്കെ കിട്ടുമ്പോൾ കേട്ടോ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.